ഞങ്ങളൊക്കെ ലാലേട്ടൻ്റെ ഫാനാണ്. ബുക്ക് ചെയ്തില്ല, നാളെ കഴിഞ്ഞിട്ട് ബുക്ക് ചെയ്യാന്ന് വിചാരിച്ചു. അതിനെക്കാട്ടി കുറച്ചും കൂടി നല്ലതായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങൾ മോഹൻലാലിൻ്റെ ഫാനാണ്. 1 നും 2 സസ്പെൻസ് എങ്ങനെയായിരിക്കും എന്നൊക്കെ ഒന്ന്. ബർത്ത്ഡേയും കൂടെ അല്ലേ, പിറന്നാളും കൂടെ അല്ലേ, അതിൻ്റെ എല്ലാ ആശംസകളും. ദൃശ്യം സൂപ്പറായിരിക്കും, ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല, ടിക്കറ്റ് ഇല്ലായിരുന്നു. അത് ഞങ്ങൾ കറുപ്പ് കണ്ടിട്ട് വരുക. സൂപ്പറായിരുന്നു കറുപ്പ്. ഞാൻ ദൃശ്യം ബുക്ക് ചെയ്തിട്ടുണ്ട് മറ്റന്നാൾ കാണാൻ വേണ്ടി. നാളെ കിട്ടിയില്ല, മറ്റന്നാൾ ഫാമിലി. ഓടി വണ്ടിയിരുന്ന് കാണണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നാളെ അവിടത്തേക്ക് ബുക്ക് ചെയ്തിരിക്കുന്നത് നൈറ്റ്. ഫാൻസിന് ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും മിക്കവാറും. എക്സ്പെക്ടേഷൻ ഉണ്ട്. അപ്പോൾ നാളെ ടിക്കറ്റ് നോക്കിയിട്ട് കിട്ടിയില്ല. അപ്പോൾ അടുത്ത ദിവസം തന്നെ കാണുന്നതാണ്. ഇവിടെ നല്ല സ്ക്രീനിൽ നല്ല ഏരിയസിൽ തന്നെ കാണണമെന്നാണ് താല്പര്യം. ഇൻ്റർവ്യൂ എല്ലാം നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആ ഒരു ഹൈപ്പിൽ അധികം ഹൈപ്പില്ലാതെ നല്ലൊരു പടമായിരിക്കും എന്നുള്ള വിശ്വാസമുണ്ട്. വലിയൊരു ഹൈപ്പ് കൊടുക്കാതിരിക്കാനായിരിക്കും, പക്ഷേ ഓവറോൾ നല്ലൊരു മൂവി ആണെന്നുള്ളവരൊപ്പം തരുന്നുണ്ട്. നല്ല പടമായിരിക്കും ഒരു വിശ്വാസമുണ്ട്. കേരളത്തിലെ എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഫിലിമാണ് ദൃശ്യം 3. ഒരുപാട് മുമ്പേ അതിൻ്റെ പ്രൊമോ വീഡിയോ ഒക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തായാലും കാണും. അല്ല, ഫസ്റ്റ് സെക്കൻഡ് നല്ല വിജയമായിരുന്നല്ലോ. മൂന്നാമത്തേന് നല്ല വിജയമായിരിക്കും, നല്ല പ്രതീക്ഷ ഉണ്ടോ. നാളെ ബർത്ത്ഡേയാണ് മോഹൻലാലിൻ്റെ. അതുകൊണ്ട് നമ്മൾ നാളത്തെ ഷോയ്ക്ക് വരും, ഉറപ്പായിട്ടും വരും. മോഹൻലാലല്ലേ, നന്നായിരിക്കും. പടം ഇതിനു മുമ്പേ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ആയിരിക്കും, അടിപൊളിയായിരിക്കും. രണ്ട് മൂവിയും കണ്ടായിരുന്നു, അതുപോലെ തന്നെ നന്നായിരിക്കും. വളരെ നല്ല പ്രതീക്ഷയാണുള്ളത്. മോഹൻലാൽ സാറിൻ്റെ ഫിലിമല്ലേ, അപ്പോൾ നല്ലതായിരിക്കും. ബുക്ക് ചെയ്തിട്ടില്ല, ചെയ്യും. തിരക്കാണ്. കറുപ്പ് കണ്ടു, പക്ഷേ പിന്നെ ദൃശ്യം 3ക്ക് ടിക്കറ്റ് കിട്ടില്ല. വിഷമമുണ്ട്.